വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വേദികളിൽ സൂപ്പർ ഹിറ്റായി പോയൊരു പ്രോഗ്രാമുണ്ട്. അതിന്റെ പേര് മണിനാദം എന്നാണ്. അത് മണിച്ചേട്ടനും നാദൃഷയ്ക്കയും കൂടെ ചേർന്ന് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് മണിനാദം എന്നൊരു പേരിട്ടിരുന്നത്. വലിയ ദീർഘനാളത്തെ സൗഹൃദം, സിനിമാ ബന്ധം, വേദികൾ, വ്യക്തിബന്ധം, കുടുംബബന്ധം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നാദൃഷയ്ക്കയ്ക്ക്. നാദൃഷയ്ക്ക മണിച്ചേട്ടനെ ആദ്യമായി കണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്? ഞാൻ കലാഭവൻ മണിയെ കാണുന്നത് കലാഭവൻ്റെ സ്റ്റേജുകളിൽ മണി പ്രോഗ്രാം ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് കൊച്ചിൻ ഹരിശ്രീ, കലാഭവൻ, ഓസ്കാർ അങ്ങനെ മത്സരബുദ്ധിയോടുകൂടി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലാഭവൻ്റെ മെയിൻ സ്റ്റേജിലല്ലാതെ ഗാനങ്ങളുടെ ഇടയ്ക്ക് മണി എനിക്ക് പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ സ്റ്റേജുകളിൽ മണിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അന്ന് മണി കാണിക്കുന്ന കുറേ അഭ്യാസ പ്രകടനം, ശരിക്കും കായികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്താൽ അതെ ആന നടക്കുന്നത്, അതായത് ഒരു സാധാരണ ഒരു മിമിക്രിക്കാരൻ കാണിക്കുന്നതിന് അപ്പുറം ശരീരം കൊണ്ട് എന്ത് കാണിക്കാൻ പറ്റുന്നു അത് മാക്സിമം കാണിക്കുന്ന ഒരു കലാകാരൻ ആയിട്ട്. അപ്പോൾ ഞാൻ വേറെ വലിയ അടുപ്പൊന്നും ഉണ്ടായില്ല, കണ്ടിട്ടുണ്ട്, ദൂരെ നിന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പരിചയപ്പെടുന്നത് കലാഭവമണിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തെടുത്തോ? ഞാൻ ഒരു ഗൾഫ് ഷോയ്ക്ക് വേണ്ടി, ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്ത കാര്യം. അതെ, ഒരു ഗൾഫ് ഷോയിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി 2 മിമിക്രിക്കാർ വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോയ്ക്ക് പോകാൻ വേണ്ടി ഒന്ന് ടിനി ടോമാണ്, പിന്നെ സെഞ്ചുറി മമ്മിക്കാണ് ഈ കാര്യം പറഞ്ഞത് എൻ്റെ അടുത്ത്. ഒരു കലാഭവനിലുള്ളൊരു മണി, ഒരു ബെൻ ജോൺസനൊക്കെ ഓടണ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ പറയാം, എനിക്കറിയാം പുള്ളിയും വരും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ, അല്ല 2 പേരെ പറ്റണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ കൂടി നിൽപ്പുണ്ട്, ദിലീപ് ബാക്കിൽ. ദിലീപും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ടിനി ടോമിന് ഓൾറെഡി ഇന്നാണ്, പിന്നെ കലാഭവമണിയെ നോക്കിയിട്ട് കലാഭവമണിയെ പറ്റിയില്ലെങ്കിൽ ദിലീപിനെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കലാഭവമണി ഞാൻ ആ ഷോയ്ക്ക് മണിയെയും ടിനി ടോമിനെ ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കലാഭവമണിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗിൽ ഞാൻ വീണുപോയി. ശരിക്കും നമ്മളെ വീഴ്ത്തിയത് അന്ന് തൊട്ടുള്ളൊരു ബന്ധം, അന്ന് സിദ്ദിഖ, നമ്മുടെ നടൻ സിദ്ദിഖ ലീഡ് ചെയ്യുന്നൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ 1 മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യം വേറെ മുറികളിൽ കിടന്നു. പിന്നീട് കലാഭവമണി ഞാൻ നോക്കിയപ്പോൾ ഓർക്കസ്ട്രക്കാർ ടീം കിടക്കുന്ന റൂമിൽ ഒരു സൈഡിൽ ഷീറ്റ് വിരിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് മണിയെ വിളിച്ചുകൊണ്ടെന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്ന് തുടങ്ങി. പിന്നീട് പലപ്പോഴും ഒരുപാട് തുടങ്ങി. അല്ല, ഇതിനിടയിൽ എന്തൊരു ഡയലോഗ് പറഞ്ഞത് എന്തായിരുന്നു? അത് വേറെ ഒന്നുമല്ല, അത് കലാഭവമണിയെ ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം മണി കാണിക്കുന്ന എല്ലാ അഭ്യാസം കാണിക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞ കുരങ്ങടക്കും, അത് കാണിക്കാം, പിന്നെ ഞാൻ അത് കാണിക്കുന്നത്. അപ്പം മനസ്സുകൊണ്ട് മണി ആ ബാക്കിലൊരാൾ നിൽക്കണ്ടല്ലോ, ദിലീപിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇവനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണി പറഞ്ഞത്, ഒരു ആന നടക്കും, ഞാൻ പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ ആനയുടെ ബാക്കാണ്, ബ്ലാക്ക് പാൻറ്റാണ് അത്, എന്നാൽ കറക്റ്റ് ആനയുടെ ബാക്ക് ഫിഗർ ഐറ്റം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് കറുത്ത പാൻറ്റ് ഇട്ടുകൊണ്ട് വരാറുന്നില്ലെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് ഒരു പാൻറ്റുള്ളൂ, അത് കഴുകിയിട്ട് എനിക്ക് നാളെ പ്രോഗ്രാമിന് പോകാനുള്ളതാണ്, അത് അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. ചങ്ക് തകർന്നു പോകാന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും കലാഭവമണി ഈ ഷോയിൽ വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതായിരുന്നു ഒരുപക്ഷെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ആദ്യത്തെ വിദേശ യാത്ര. അതെ, സിദ്ദിഖ നയിച്ച ഒരു യാത്ര. അതിൽ മണിച്ചേട്ടൻ ആദ്യമായിട്ട് വിദേശത്ത് പോയത്, ഈ ആദ്യമായിട്ട് വിദേശത്ത് പോകാൻ, ഇന്റർവ്യൂവിൽ പോകാൻ, ഒരു ഐറ്റം അവതരിപ്പിക്കുന്നതിന് സ്വന്തമായിട്ട് പാൻറ്റില്ല എന്ന് പറയുന്ന ഒരു കലാകാരനിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രഗത്ഭരായ താരങ്ങളോടൊപ്പം, രജനീകാന്തിനോടൊപ്പം വരെ അഭിനയിക്കുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം പിന്നീട് വളർന്നത് പൊടുന്നനെയായിരുന്നു. നമ്മളത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാം ഈ ഒരു എപ്പിസോഡ് വരുമ്പോൾ എനിക്കും അതിൽ ഒരുപാട് പറയാനുണ്ടാവും. ആ യാത്രകളിലേക്ക് നമുക്ക് കേൾക്കാം. മണിച്ചേട്ടൻ ഇപ്പം ഈ നാദൃഷയ്ക്കൊക്കെ പറഞ്ഞു, അത് അദ്ദേഹം ശരീരം കൊണ്ട് പല ഇനങ്ങൾ കാണിക്കുമായിരുന്നു, അനുകരണങ്ങൾ ഉണ്ടായിരുന്നു, പലത് ചെയ്യുമായിരുന്നെങ്കിലും മണിച്ചേട്ടൻ പിന്നീട് പെട്ടെന്നൊരു ജനകീയത വന്നത് അദ്ദേഹം നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടാണ്. അന്നോളം ഉണ്ടായിരുന്നെങ്കിലും, പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിലും, നാടൻ പാട്ടുകളുടെ ഒരു വാണിജ്യ മൂല്യം, നാടൻ പാട്ടുകൾക്ക് ഓഡിയോ കാസറ്റ് വിൽക്കാൻ പറ്റും, നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറക്കാമെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത് മണിച്ചേട്ടനാണ്. ഒരുപക്ഷെ മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറങ്ങാൻ കാരണമായത് ദേമാവേലി കൊമ്പത്തിന്റെ ഒരു ഭാഗത്തിൽ
നാലാം ഭാഗത്തിൽ മണിച്ചേട്ടൻ ഒരു 4 വരി നാടൻ പാട്ട് പാടി. വടക്കോട്ട് പോയപ്പോ മാവുമ്മ മാങ്ങ തൂശുമ്മ കൂന്താരോ എന്നുള്ള പാട്ട് 4 വരി പാടി ഒരു ചിരിയും ചിരിച്ചു. ആ പാട്ടിന്റെ ഒരു ബിറ്റ് വളരെ ജനകീയമായതാണ്. പിന്നീട് തൂശിമ കൂന്താരോ എന്ന് പറയുന്ന ഒരു ഫുൾ കാസറ്റ് ഇറങ്ങി, നാടൻ പാട്ട് വെച്ച് ഫുൾ കാസറ്റുകളായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലെ? ആ പാട്ട് ആ കാസറ്റിൽ വന്നത് എങ്ങനെയാണ്? അതില് ഞാൻ പറഞ്ഞില്ലേ, കലാഭവൻ, ഓസ്കാർ, ഹരിശ്രീ തമ്മിലെ മത്സരം നടന്നുകൊണ്ടിരുന്നത്. ട്രൂപ്പ് മത്സരം. ഈ ട്രൂപ്പ് മത്സരത്തിൽ മറ്റു ട്രൂപ്പിലെ ആളുകളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്ന നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ ഈ മാവേലി കൊമ്പത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കലാഭവൻ മണി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ട്രൂപ്പിലായതിൻ്റെ പേരിൽ നമ്മൾ ഇതിനകത്ത് പങ്കെടുപ്പിക്കാതിരുന്നതാണ്. പക്ഷേ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ദില്ലിവാല രാജകുമാരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. ആ സിനിമയിൽ വേറൊരു ഇവൻ ജോയിൻ ചെയ്ത ദിവസം, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സാണ്. അപ്പോൾ ജോയിൻ ചെയ്ത ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഞാനേ ഒരു സീനിൽ സേനൻ സാറിൻ്റെ അടുത്ത് പെർമിഷനോടുകൂടി ഞാൻ മറ്റേ ചിരി ചിരിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയാം, ഏത് ചിരി? നമ്മുടെ ഷിയാസക്കാട് ചിരിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഷിയാസ് ചിരിക്കുന്നൊരു ചിരിയുണ്ട്. ഷിയാസൊക്കെ കാസറ്റ് ആ ചിരിയാണ് ഷിയാസ് ചിരി. അപ്പോൾ ഷിയാസക്കാരനെ അനുകരിച്ചിട്ട് ഞാനൊരു ചിരി ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെയാടാന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചിരി. അപ്പോൾ ഞാൻ പറയാം, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഏറ്റടാ, അത് ഈ സീനിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. അതിനകത്ത് അതുകൊണ്ട് ഈ മ്യാമന്മാരെ മനസ്സിലായോ മേക്കാൾക്ക് ആ സാധനമൊക്കെ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ. അതെ. അപ്പം ഞാൻ പറഞ്ഞ, നീ സേനൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്, കാരണം പെർമിഷൻ വേണമല്ലോ ഡയറക്ടറെ. അത് ആ ചിരി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ചോദിച്ചാൽ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞ് സേനേട്ടൻ ചിലപ്പോൾ സമ്മതിക്കും. അങ്ങനെ ആ സിനിമയിലെ പല ഭാഗങ്ങളിൽ ആ ചിരി ഉണ്ടായിരുന്നു. ആ ചിരി കയറി കൊളുത്തി. പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ കാസറ്റിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞ കാസറ്റിൽ പങ്കെടുക്കാം. അങ്ങനെ ആ കാസറ്റിൽ കാലുളുങ്ങി കിടന്ന കിടപ്പിൽ ബാപ്പ ഇന്ന് വിനിന്നു തിരുമുകാര ആ പാട്ട് മണിയെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു, പാരഡി. അപ്പോൾ അങ്ങനെ മണി അത് ഫിക്സ് ചെയ്യുന്നു. കാസറ്റ് റെക്കോർഡിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ നിസ്സാര ദിവസങ്ങളിലല്ലോ, പിന്നെ വരാൻ പറ്റിയില്ല. ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു, അവിടെ നിന്ന് എത്താൻ പറ്റാതായിരുന്നു. ആ പാട്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നപ്പോൾ അശോകൻ ചേട്ടനെ കൊണ്ട് ഞാൻ പാടിച്ചു. മണി വരില്ല എന്ന് തീരുമാനിച്ചു ഞങ്ങൾ. മണിക്ക് വരാൻ ഉള്ള സാധ്യതയില്ല. അങ്ങനെ കാസറ്റിൻ്റെ മിക്സിങ് നടക്കുന്ന സമയത്ത്, ഫൈനൽ മിക്സിങ്, വേറെ ഇനി ഒന്നും ചേർക്കാനില്ല. മണി ഓടിപ്പടച്ചു വന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞ്, എടാ ഞാൻ വരാനായിട്ട് സോറിട്ടാ. ഞാൻ പറഞ്ഞ പാട്ടൊക്കെ പോയി, അതൊക്കെ മിക്സിങ് നടക്കുകയാണ്. അയ്യോ അളിയാ, എന്ന് അടുത്ത കാസറ്റിൽ നീ എന്തെങ്കിലും നോക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കൺസോൾ റൂമിൽ നിന്ന് ഇപ്പം നമുക്ക് കാണാം, അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി, അവിടെ ബാക്കി കാസറ്റ് റെക്കോർഡിങ് കഴിഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും ഇരിപ്പുണ്ട്. ഷിയാസ്, ജോർജ്, സംഘം. അവരെല്ലാവരുടെയും ഭയങ്കര കൈയടിച്ച് ഇങ്ങനെ എന്തോ ആസ്വദിക്കുന്നത് നമുക്ക് ഗ്ലാസ്സിൽ കൂടി കാണാം, ഓഡിയോ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരു മൈക്ക് നമ്മൾ മിമിക്രിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന കുറേ മൈക്കുകളുണ്ട്. ഞാൻ പറഞ്ഞു, അതൊന്ന് ഓൺ ചെയ്തതെന്ന് പറഞ്ഞു. എന്താണ് അവിടെ പരിപാടി എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റെക്കോർഡിസ്റ്റ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് വടക്കോട്ട് പോകുമ്പം മാവുമ്മ മാങ്ങാ തൂശുമ്മ കൂന്നാരോ തൂശുമ്മ കൂന്നാരോ, ഇങ്ങനെ അകലേ എന്നുള്ള മൈക്കല്ലേ, ഭയങ്കര ഫീൽ. അപ്പോൾ എല്ലാവരുടെയും ക്ലാപ്സ് ഇങ്ങനെ, ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ മണി അതൊന്ന് മൈക്കിലൊന്ന് പാടാന്ന് പറഞ്ഞു. അപ്പോൾ മണി പറഞ്ഞ്, എന്തിനാ? ഞാൻ പറഞ്ഞു, നീ പാട്, നല്ല രസമുണ്ടത്. അങ്ങനെ ഓർക്കസ്ട്ര ഒന്നുമില്ല, എല്ലാം പോയില്ലേ. അവസാനം ഒരു ശ്രുതി ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കീബോർഡ് ഇരിപ്പുണ്ടായി. അതിൽ ശ്രുതി ഇട്ട് കൊടുത്തു. ആ ശ്രുതിയിൽ മണി പാടി. ഡ്രംസ് വായിച്ചത് ജോർജും കോട്ടയം വില്യംസും നമ്മളെ കൂടി വായി കൊണ്ടാണ് ഡ്രംസ്. അങ്ങനെ വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് എവിടെ ഇടാനാണ്? ഞാൻ പറഞ്ഞു, ഈ സാധനം നമുക്ക് ഉപയോഗിക്കാം, എവിടെയെങ്കിലും ഇടാം. അങ്ങനെ ഒരു പാട്ടും വേറൊരു സ്കിറ്റും കൂടി കളഞ്ഞിട്ട് അതിനകത്തൊരു കണക്ഷൻ മണി തന്നെയാണ് ഒരു വയസ്സിന്റെ മനുഷ്യന്റെ അരി കൂടി പോവില്ല എന്നുള്ളത് ആ ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പന്റെ ക്യാരക്ടർ അത് വെച്ചിട്ട് മണി ചെയ്ത് അത്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ കാസറ്റിൽ ഏറ്റവും ഹിറ്റ് ആയത് അതാ. എനിക്ക് ഓർമ്മയുണ്ട്, ആ കാസറ്റൊക്കെ എനിക്ക് ഓർമ്മയുള്ള സമയത്താണ് അത് വളരെ ജനകീയമായി. അത് ഹിറ്റായതിന്റെ ബലമാണ് അടുത്ത മണിച്ചേട്ടന്റെ കാസറ്റിന്റെ പേര് തൂശിമ കൂന്താരോ എന്നിട്ട് ഇറക്കാൻ പറ്റിയത്. ഇത് ഹിറ്റായതിന്റെ പേരിലാണ്.